ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ഓസ്റ്റിയോപോറോസിസ്, അതായത് എല്ലിൻ്റെ ബലക്ഷയത്തെ പറ്റിയാണ്. നമുക്കറിയാം, പ്രായമുള്ളവർ, ഡയബറ്റീസ് അല്ലെങ്കിൽ BP ഒക്കെ ഉള്ളവർ നമുക്ക് വരുമ്പോൾ ഒരു ലേഡീസൊക്കെ ആണെങ്കിൽ ഒരു 50-55 വയസ്സിന് മുകളിൽ, അല്ലെങ്കിൽ പിന്നെ ആണുങ്ങളാണ് ഒരു 70 വയസ്സിന് മുകളിൽ അവർക്ക് എല്ലിന് തേയ്മാനം ബലക്ഷയം കാണും. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും നേരത്തെ അത് മനസ്സിലാക്കി, അല്ലെങ്കിൽ പലപ്പോഴും വീഴാനും ഒടിവുണ്ടാകാനും പിന്നെ നമുക്ക് കൂടുതലായിട്ട് പരിക്ക് പറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. കൂടുതലായിട്ട് സംഭവിക്കുന്ന ജോയിൻസ് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ബെയറിങ് ജോയിൻസ്, അതായത് വെയിറ്റ് ബെയറിങ് ജോയിൻസ് പറഞ്ഞാൽ നമുക്കറിയാം ഹിപ്പ്, ഇടുപ്പിൻ്റെ ജോയിൻറ്റ്, പിന്നെ നീസ്, മുട്ടേൻ്റെ ജോയിൻറ്റ്, പിന്നെ നട്ടല്, സ്പൈന്, പിന്നെ കൈക്കും കാലിനും വരാം, ചെറിയ ജോയിൻസിനൊക്കെ വരാം. അത് താരതമ്യേന കുറവാണ്, നമ്മൾ വീണാൽ അല്ലെങ്കിൽ നടക്കുമ്പോഴൊക്കെ ഉള്ളു പറ്റുള്ളൂ. നമ്മൾ വെയിറ്റ് ബെയറിങ് ജോയിൻസാണ് കൂടുതലായിട്ട് തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് സംഭവിക്കുന്നത്. ഇതെന്തുകൊണ്ടെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു പ്രായം കഴിയുമ്പോൾ ഹോർമോൺസ് കുറയും. പ്രത്യേകിച്ച് ലേഡീസിലൊക്കെ ആണെങ്കിൽ സ്ത്രീകളിലും ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ കുറയും പീരിയഡ്സൊക്കെ നിന്ന് കഴിയുമ്പോൾ, ഒരു 55-60 വയസ്സൊക്കെ ആകുമ്പോൾ. പിന്നെ നമുക്കറിയാം എല്ലിന് ബലക്ഷയം, അത് എല്ലിന് ബലമില്ല. എല്ലിന് ബലം കൊടുക്കുന്ന സാധനങ്ങൾ വെച്ചാൽ കാൽഷ്യം ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്. അപ്പം പണ്ട് കാലത്ത് നമുക്കറിയാം, പണ്ട് അമ്മച്ചിമാരെ കാൽഷ്യം ഗുളിക കഴിക്കുന്നില്ലായിരുന്നു, അവർക്ക് കൂന് വരുമായിരുന്നു. കാരണം ഓസ്റ്റിയോപോറോസിസ് വന്ന് വെട്ടിപ്പുറ നട്ടെല്ലിൻ്റെ കണ്ണികളെ കൊളാപ്സ് ചെയ്യും. ഇങ്ങനെയാകുമ്പം ചെറിയ നട്ടലിന് വളവ് വരും, കൂനയും മാറും. ഇപ്പോൾ അത്രയും സാധാരണമല്ല. ഇപ്പം മിക്കവാറും ആൾക്കാർ തന്നെ കാൽഷ്യം ഗുളിക കഴിക്കുന്നുണ്ട് സപ്ലിമെൻ്റ് ആയിട്ട്. അപ്പം കാൽഷ്യം ഗുളികയുടെ കൂടെ കാൽഷ്യം ഗുളിക മാത്രം കഴിച്ച് നമുക്ക് ഈ ബലക്ഷയം മാറ്റാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്നാണെങ്കിലും കാൽഷ്യത്തിന് കൊടുത്ത് വൈറ്റമിൻ ഡി ഗുളികയാണ് കഴിക്കുന്നത്. അപ്പം വൈറ്റമിൻ ഡി നമുക്കറിയാം, വൈറ്റമിൻ ഡി മിക്കവാറും ആൾക്കാർ ഇപ്പം കഴിക്കുന്നുണ്ട്, ഡെയിലി റിക്വയർമെൻ്റ് ആയിട്ട് 1000 യൂണിറ്റ് കഴിക്കുന്നുണ്ട്. പിന്നെ കുറവുള്ളവർ 60,000 യൂണിറ്റിന് വീക്കിലി കഴിക്കുന്നുണ്ട്, ആഴ്ചയിൽ 1 വെച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ പ്രായമുള്ളവർ, അമ്മമാരൊക്കെ ആണെങ്കിലും മാസത്തിൽ വന്ന് അവരുടെ നോർമൽ ഒരു 30ക്ക് മുകളിലാക്കി കഴിയുമ്പം മാസത്തിൽ വന്ന് മെയിൻ്റനൻസ് ഡോസായിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചു പോവുകയും കാൽഷ്യം ഗുളികയുടെ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റായി കഴിക്കുകയാണെങ്കിലും നമ്മുടെ നോർമൽ കാൽഷ്യം, ബ്ലഡ് കാൽഷ്യം 8.5ക്ക് മുകളിലാണ്, 8.5 to 10 എന്ന് പറയും. അപ്പം 10ന് മുകളിൽ വന്നാലും കുഴപ്പമാണ്, നമുക്ക് 8.5ക്ക് താഴെ പോകാനും പാടില്ല. അപ്പം കാൽഷ്യം അതിൻ്റെ ഇടയ്ക്ക് ബാലൻസ് ചെയ്ത് നിർത്തണം, നമുക്കിപ്പോൾ എല്ലിന് ബലക്ഷയം വരാതിരിക്കണേ. അപ്പോൾ ഹോർമോൺസ് കുറയുന്നു, ഈസ്ട്രജൻ പോലുള്ള സാധനങ്ങൾ കുറയുന്നു. പിന്നെ പോർ ഡയറ്റ്, നമുക്ക് വേണ്ട സാധനങ്ങൾ കഴിക്കുന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം കാൽഷ്യം കിട്ടുന്നത് പറഞ്ഞാൽ പാൽ ഉൽപ്പന്നമെല്ലാം കാൽഷ്യമുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ മീറ്റ് ഐറ്റംസൊക്കെ കഴിക്കണം. നോൺ വെജിറ്റേറിയൻ ആൾക്കാരാണെങ്കിൽ മീറ്റ് ഐറ്റംസ്, അല്ലെങ്കിൽ പൾസസ്, പ്രോട്ടീനുള്ള സാധനങ്ങൾ കഴിക്കണം. അപ്പോൾ നമുക്ക് എല്ലിനും പല്ലിനൊക്കെ ബലം കിട്ടണമെങ്കിൽ കൂടുതലായിട്ട് കാൽഷ്യമുള്ള സാധനങ്ങൾ കഴിക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം പാലുൽപ്പന്നങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ മുട്ടയ്ക്കകത്ത് കൂടുതലും പ്രോട്ടീനുണ്ട്, കാൽഷ്യമുണ്ട്. അപ്പോൾ നമ്മൾ കാൽഷ്യം കണ്ടൻറ്റുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിച്ചാൽ നമുക്ക്. പക്ഷെ നമുക്ക് ഡയറ്റിക്കിടെ കിട്ടാൻ നോർമൽ ആൾക്കാർക്ക്, അതായത് ഒരു 50 വയസ്സ് വരെയൊക്കെ ഡയറ്റിൽ നിന്നുള്ള സപ്ലിമെൻറ്റ്സ് ആവശ്യമില്ല. പ്രായമായി കഴിയുമ്പം പിന്നെ ഹോർമോൺസ് കുറയുന്നു, കാൽഷ്യം അബ്സോർപ്ഷൻ കുറയുന്നു, കാൽഷ്യം ഉള്ള ഫുഡ് കഴിക്കാൻ വരുമ്പോൾ നമുക്ക് കുറവ്. അങ്ങനെയാകുമ്പോൾ അവർ സപ്ലിമെൻറ്റ്സ് ആയിട്ട് അത് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കതിനെ അറിയാം, അത് വരുമ്പോൾ കൂടുതലായിട്ട് സംഭവിക്കും, നമ്മൾ ചിലപ്പം വീഴാതെ തന്നെ ഫ്രാക്ചേഴ്സ് സംഭവിക്കും. ഇടുപ്പിനൊക്കെ പൊട്ടലുകൾ വരും, ചിലപ്പം കാലിൻ്റെ കണ്ണയ്ക്ക് പൊട്ടൽ വരാം. പിന്നെയുള്ളത് മുട്ടിന് നമുക്കറിയാം തേയ്മാനം വന്നിട്ട് നമുക്ക് നടക്കാനൊക്കെ പ്രയാസം വരും, വേദനകൾ വരും. അപ്പോൾ അതിന് കൂടുതൽ നമ്മൾ പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും, മനസ്സിലായി. ഇതിപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിന് എല്ലിൻ്റെ ബലക്ഷയമാണ്. തേയ്മാനത്തെക്കാളും കൂടുതലാണ് ഞാൻ സംസാരിക്കുന്ന ബലക്ഷയത്തെ പറ്റി. അപ്പോൾ തേയ്മാനം വേറെ ടോപ്പിക്കാണ്. അപ്പം ബലക്ഷയം സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരു 50-55 വയസ്സ് കഴിയുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ച് 70 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർ കാൽഷ്യത്തിൻ്റെ ഗുളിക കഴിക്കുക, വൈറ്റമിൻ ഡി വീക്കിലി അല്ലെങ്കിൽ ഡെയിലി റിക്വയർമെൻറ്റ് 1000 യൂണിറ്റ് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അതുകൂടാതെ കാൽഷ്യം കൂടെ മാത്രമായില്ല, പിന്നെയുള്ള ബൈഫോസ്ഫറസ് മരുന്നുകളുണ്ട്. അത് നമ്മൾ ഇയർലി എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനുണ്ട്, കൂട്ട് പാമിഡ്രോണേറ്റ് അല്ലെങ്കിൽ സോൾഡറിക് ആസിഡ് എന്നൊക്കെ പറയും. അതിന് കുറച്ച് അലർജിയൊക്കെ വരുന്നതാണ്. ചിലർക്ക് അത് ഭയങ്കര വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാകും, ഗ്യാസ്ട്രിക് അപ്സെറ്റൊക്കെ ഉണ്ടാകും. അത് ഡോക്ടർ വിദഗ്ധന നിർദ്ദേശപ്രകാരം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുക, കൂടുതലായിട്ട് ക്യാൻസറൊക്കെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് ബോണിലൊക്കെ ബലക്ഷയം വന്നവർക്കാണ് നമ്മൾ എടുക്കുന്നത്, ബോണി സ്പ്രെഡൊക്കെ ഉള്ളത്. അല്ലാത്തവർക്ക് നോർമലായിട്ട് നമ്മൾ കാൽഷ്യം, വൈറ്റമിൻ ഡി ആവശ്യമുള്ളൂ. പിന്നെയുള്ള പ്രോപ്പറാണ്. പിന്നെയുള്ള എക്സസൈസാണ്. നമ്മൾ കൂടുതലായിട്ട് ബലക്ഷയം നമ്മൾ കണ്ടുവരുന്നത് ഒട്ടും എക്സസൈസ് ചെയ്യാത്തവർക്കാണ്. അതായത് നമ്മളൊട്ടും നടക്കുന്നില്ല, സ്വിമ്മിങ്ങിന് പോകണമെന്നില്ല, കുറച്ച് നേരം നമ്മൾ നടക്കണം, വാക്കിംഗ് അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ്, കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ്, കൈക്കും കാലിനും ഒരു അനക്കം, ജോയിൻസിനൊക്കെ ഒരു മൂവ്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് തേയ്മാനം കുറയും. പിന്നെ നമ്മൾ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ ഒഴിവാക്കണം.
അപ്പോൾ സ്മോക്കിംഗ് ആൻഡ് ആൽക്കോൾ, നമ്മൾ ആൽക്കോൾ കഴിക്കുന്നുണ്ട്, സ്മോക്കിംഗ് ഉണ്ട്, എക്സസൈസ് ഇല്ല, ഒബീസാണ്, സെഡൻറ്ററി ജോബുണ്ട്, ഇതൊക്കെ നമുക്ക് ഈ ബലക്ഷയം കൂട്ടും. അപ്പോൾ വണ്ണമുള്ളവർ വണ്ണം കുറയ്ക്കണം, എക്സസൈസ് ചെയ്യണം, പിന്നെ ഡയറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൂടാതെ നമ്മൾ പറ്റുന്ന കൂട്ട സ്മോക്കിങ്ങും ഒഴിവാക്കുക, ആൽക്കോൾ ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടാതെ സപ്ലിമെൻറ്റ്സ്, കാൽഷ്യം, ബൈഫോസ്ഫറസ് ഗുളികൾ കഴിക്കുക. ഇത്രയും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലിന് ബലക്ഷയം വരാതെ നമുക്ക് നല്ല ബലമുള്ള എല്ലുകളായിട്ട് നമുക്ക് 100 വയസ്സ് വരെയൊക്കെ ജീവിക്കാൻ പറ്റും. പലപ്പോഴും സ്ത്രീകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ അമിത വണ്ണമുണ്ട്, ഒട്ടും നടക്കാൻ പറ്റുന്നില്ല, ബലക്ഷയമുണ്ട്, ഡോക്ടർ സപ്ലിമെൻറ്റ്സ് തന്നിട്ടുണ്ട്. എന്നാൽ പോലെ നമ്മൾ ചെറിയ എക്സസൈസും അതുകൂടാതെ സപ്ലിമെൻറ്റ്സും കഴിച്ച് നമുക്ക് ബലക്ഷയം കുറയ്ക്കാൻ പറ്റും. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണമുള്ളവർ, വെയിറ്റ് കുറയ്ക്കണം, എക്സസൈസ്, ഡയറ്റ് നോക്കി. അത് നമുക്ക് ബലക്ഷയം കുറയ്ക്കാൻ പറ്റും. അതുകൂടാതെ വേറെ ട്രീറ്റ്മെൻറ്റ് ഫിസിയോതെറാപ്പിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സസൈസുകൾ അവർ പറഞ്ഞു തരും, മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്. അപ്പം നമുക്കത് ഈ ബലക്ഷയം കുറയ്ക്കാൻ ഇടയാക്കും. അതുകൂടെ ചില പട്ടുകളും ഗുളികളും നമ്മൾ ഒഴിവാക്കുക. ചില മെഡിസിൻസും ഓസ്റ്റിയോപോറോസും കൂട്ടും. അപ്പോൾ നമ്മൾ വേദന സംഹാരി അല്ലെങ്കിൽ ചില പ്രത്യേക ലോങ് ടൈം റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ, സന്ധിവാല അസുഖങ്ങൾ നമുക്ക് ഈ ബലക്ഷയം കൂട്ടും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബലമുള്ള എല്ലുകളൊക്കെ ആയിട്ട് നന്നായിട്ട് നടക്കാനും വേദനയെ കുറയ്ക്കാനും നമുക്ക് സാധിക്കും. താങ്ക് യു.